ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, രക്ഷിതാവിനെ കാൺക പാപി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രക്ഷയിലേക്ക് കടന്നു വരാത്തവരുടെ ന്യായവിധിയെക്കുറിച്ച് ചിന്തിച്ചതിന് ബാക്കിയാണ് ഇന്ന് രണ്ടാമത്തെ ഭാഗം. അതിനായി നമുക്ക് ആദ്യം റോമർ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് 25-ാമത്തെ വാക്യം മാത്രം ഞാൻ ആദ്യം വായിക്കാം. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. നമ്മൾ പറഞ്ഞു നിർത്തിയത് വ്യാജം, ഭോഷ്ക്, എപ്പോഴും നിരന്തരം സാത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭോഷ്കുണ്ട്. അതാണ് ആദ്യം അവൻ പറഞ്ഞത് ഹവ്വായോടാണ്. നിങ്ങൾ ദൈവത്തെ പോലെയാകും. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ മുകളിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല. നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. യെശയ്യാവ് 53-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, ഓരോരുത്തൻ താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ആര് പറഞ്ഞിട്ടാണ് താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞത്? നമ്മളിപ്പോൾ പാപം വിചാരിക്കുന്നത് കള്ള് കുടിക്കുക, മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, ഇതൊക്കെയാണ് പാപമെന്ന്. എന്നാൽ ഓരോരുത്തൻ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി ദൈവത്തിൻ്റെ വഴിക്ക് വരാതെ അവനവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തിരിയുന്നത് പാപമാണ്. പിശാച് നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ വഴിക്കൊന്നും തിരിയണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുള്ള വഴിക്ക് നിങ്ങൾക്ക് തിരിയാം. അതാണ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തണം. പിശാച് പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദൈവഹിതത്തിൽ നിന്നും ഇവരെ മോചിപ്പിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിൽ നടക്കാൻ ഇവരെ പ്രേരിപ്പിക്കുക. നമുക്കും ഇന്ന് അത് തന്നെ ആണുള്ളത്. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. ഇന്നത്തെ കാലത്തിൽ അതാണല്ലോ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ ഒക്കെ എന്താണ് ചെയ്യുന്നത്? അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ വീട്ടിൽ പിതാവ് പറയുന്നു, നീ അത് ഉപയോഗിക്കരുത്, തെറ്റാണെന്ന് പറഞ്ഞാൽ പറയും. അത് പല ന്യായങ്ങൾ പറയാൻ തുടങ്ങും. ഞാൻ ഉപയോഗിക്കും, എനിക്കിതുകൊണ്ട് പഠിക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ പല ന്യായങ്ങൾ പറയും. അതായത് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. വീണ്ടും അവർ സ്നേഹത്തോടെ പറയും, നീ ബൈബിളിലൊക്കെ വായിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ മറുപടി വരും, എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം, എന്നെ നന്നാക്കാൻ എനിക്കറിയാം എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിലൊരു ചിന്ത കടന്നുകൂടിയിരിക്കുകയാണ്, എനിക്ക് സ്വയപരിശ്രമത്താൽ എന്നെ നന്നാക്കാൻ കഴിയും. എന്നാൽ അത് തെറ്റാണ്. അങ്ങനെ ആകുകയായിരുന്നെങ്കിൽ എന്നേ ലോകം നന്നായി പോയേനെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഞാൻ എന്നെ തന്നെ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നടക്കുകയില്ല. ഇന്ന് അതിനുള്ള പല കോഴ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ, ജീവനകലയുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കരുതുന്നത് ഈ കലകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്നെ നന്നാക്കാൻ കഴിയുമെന്നാണ്. മൂന്നാമതായിട്ടൊരു കാര്യം, നമ്മളെ നിയന്ത്രിക്കാൻ പിശാച് പറയുന്നതാണ്, നിങ്ങൾ ആരെയും അനുവദിക്കരുത്, ഒരു നിയമത്തിനും വിധേയപ്പെടരുത്, ആർക്കും ഒന്നും നിയമം വേണ്ട, കൽപ്പന വേണ്ട, എൻ്റെ ഇഷ്ടം, എനിക്കെൻ്റെ ഇഷ്ടം. അപ്പോൾ അധർമ്മമൂർത്തി എന്ന് പറയുന്ന പൈശാചികൻ, ഇംഗ്ലീഷിൽ പറയുന്നത് ലോലെസ്, അതായത് നിയമം ബാധകമല്ലാത്തവൻ, അവനാണ് ഈ ഉപദേശം മനുഷ്യരുടെ ചെവിയിൽ കേൾപ്പിച്ചു കൊടുക്കുന്നത്. അത് മനുഷ്യർക്ക് താല്പര്യം അതാണ്, അവരത് സ്വീകരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യൻ തന്നെ സ്വതന്ത്രനാക്കിയത് ഈ ആദ്യം ഹവ്വായ്ക്ക് ലഭിച്ച ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉപദേശം എന്തായിരുന്നു? നിങ്ങൾ ദൈവത്തെ പോലെയാകും, മനുഷ്യന് ഇഷ്ടമുള്ളത് ചെയ്ത് സ്വതന്ത്രനായിട്ട് ജീവിക്കാം, എന്നെ നന്നാക്കാൻ ആരും നോക്കണ്ട. ഇത് നിരൂഢമൂലമാണ് ആളുകളുടെ ഇടയിൽ. ഇതെങ്ങനെയാണ് ചരിത്രത്തിൽ കൂടുതൽ വ്യക്തമായതെന്നുള്ളതാണ് റോമർ 1-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിലൊക്കെ നമ്മൾ മുമ്പേയും വായിച്ചത്. 25-ാം വാക്യത്തിൽ
ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. എന്നാൽ ദൈവത്തെ വാഴ്ത്തുന്നതിന് പകരം ഇന്ന് മനുഷ്യനാണ് വാഴ്ത്തപ്പെട്ടവൻ. ചിലപ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ, അതിശയകരമായ ചില പണികളൊക്കെയും കണ്ട് സാങ്കേതിക മികവുകളൊക്കെ കാണുമ്പോൾ തന്നെ നോക്കി നിന്നങ്ങ് അതിശയിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. ഓ, എത്ര മനോഹരമായിട്ട് ഇത് പണിതിരിക്കുന്നു. നമ്മൾ ആ വ്യക്തിയെ, മനുഷ്യനെയാണ് ആരാധിക്കുന്നത്, മനുഷ്യനെ പുകഴ്ത്തുകയാണ്. അവർ ചെയ്തത് നല്ലത്, കൊള്ളാം എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിനോട് അധികമായിട്ട് നമ്മളുടെ ഹൃദയത്തിലേക്ക് അതങ്ങ് താല്പര്യപ്പെട്ടിട്ട് നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവരെ അങ്ങ് പുകഴ്ത്തി പറയുകയാണ്. എന്നാൽ ഇവർക്ക് ഇതെല്ലാം പണികൾ ചെയ്യാനുള്ള ബുദ്ധി കൊടുത്ത ദൈവത്തെ വാഴ്ത്തുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ന് മനുഷ്യൻ്റെ നിർമ്മിതികളെയാണ് ആരാധിക്കുന്നത്. സാത്താൻ്റെ ഭോഷ്കിന് വേണ്ടി ദൈവത്തിൻ്റെ സത്യത്തെ എക്സ്ചേഞ്ച് ചെയ്യാണ്, കൈമാറി കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രം. ഇവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പിശാചിൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും ഇവൻ പിശാചായി തീർന്നതും എങ്ങനെയാണെന്നറിയാമല്ലോ. അവൻ്റെ അഹന്ത കൊണ്ടാണ്. യെശയ്യാവ് 14 അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും യെഹെസ്കേൽ 28 അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ പിശാച് നമ്മെ തെറ്റിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അവൻ ഇൻജെക്റ്റ് ചെയ്യുന്നത് എന്താണ്? അഹന്ത, ഈഗോ. ഞാൻ വലിയ ആളാണ്, എന്നെ കഴിഞ്ഞ് ആരുമില്ല. ഈ തന്ത്രം, പിശാചിൻ്റെ ഈ അഹന്ത, ഇത് ആത്മീയരുടെയും ഉള്ളിലുള്ള ഒരു വലിയ പാപമാണ്. 2 തിമോത്തിയോസ് 2 അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 2 അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ദാസൻ ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. അപ്പോൾ വിരോധികളുടെ കുഴപ്പം എന്താണ്? ഇവർ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, അവർ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് വരേണ്ടതിനായിട്ട് വളരെ സൗമ്യതയോടെ അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മിക്കവാറും ആളുകൾ പിശാചിനാൽ പിടിക്കപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് സുബോധമില്ല. അവരെ കെണിയിൽ നിന്നൊഴിഞ്ഞാൽ അവർ ദൈവേഷ്ടം ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് സൗമ്യതയോടെ പഠിപ്പിച്ചു കൊടുക്കാൻ ദൈവവചനം പറയുന്നത്. സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ച് ദൈവ ഇഷ്ടം ചെയ്യാൻ അപ്പോൾ അവർ തുടങ്ങും. അപ്പോൾ അഹന്ത ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാവം എന്താണ്? എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം കഴിയും, ഞാൻ എന്തോ ഒക്കെയാണ്. എൻ്റെ കഴിവുകളും എൻ്റെ നേട്ടങ്ങളും ഒക്കെ ഉയർത്തി കാണിച്ചിട്ട് ആളുകളെ എങ്കിലേക്ക് ആകർഷിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് അവർ സ്വയത്തിലേക്ക് എല്ലാവരെയും ആകർഷിക്കുകയാണ്. സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് അവരെ വിമർശനം ഇഷ്ടപ്പെടുന്നില്ല. ഒരു തെറ്റുമില്ല, ഒരു കുറവുമില്ല എന്നവർ ചിന്തിക്കുന്നു. അവർ തർക്കത്തിലേർപ്പെടും. ഒരിക്കലും തെറ്റ് ഇഷ്ടപ്പെടുന്നില്ല, തെറ്റ് തിരുത്താൻ തയ്യാറല്ല, ക്ഷമിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ആർക്കും വിധേയപ്പെടുകയില്ല, എപ്പോഴും പരാതിയും പെറുപിറുപ്പും, ആർക്കും തോറ്റു കൊടുക്കുകയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൗമ്യതയോടെ ഇവരെ പഠിപ്പിക്കണം. അവർക്ക് സുബോധം ഇല്ലാത്തത് കൊണ്ടാണ്, പിശാചിൻ്റെ കെണിയിൽ കുടുങ്ങി അവർക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിശാച് നമ്മുടെയൊക്കെ അടുത്ത് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ അത്ര മോശക്കാരൊന്നും അല്ല. സഭയിൽ ഉള്ള ആത്മീയരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളാണ്, യു ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. എന്നാൽ പാസ്റ്റർ എന്നത് മനസ്സിലാകുന്നില്ല, പാസ്റ്റർ നിങ്ങൾക്ക് ഒരു സ്ഥാനം തരുന്നില്ല, നിൻ്റെ വിടുതൽ ശുശ്രൂഷയ്ക്ക് എത്ര വളരെയധികം ഫലം തരുന്നുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഹന്ത ഉയരുകയാണ്. വളരെ സൈലൻ്റായി സഭയിൽ ഒരു കലക്കവും പിളർപ്പും ഉണ്ടാക്കുകയാണ് സാത്താൻ ചെയ്യുന്നത്.
എന്നാൽ ഇവൻ്റെ ഈ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നതാകിയാൽ അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്ന് വചനമുണ്ടല്ലോ. അതാണ് നമ്മളപ്പോൾ ഉടനെ നമ്മുടെ ഹൃദയത്തിൽ പിശാചിനോട് പറയേണ്ട ആത്മാവിൻ്റെ വാള്. അത് വചനം. അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കാനാണ് കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഉയർത്തേണ്ട സമയത്ത് ദൈവം എന്നെ ഉയർത്തിക്കൊള്ളും. നീ ഏത് കാട്ടിൽ കിടന്നാലും ദാവീദിനെ പോലെ തക്ക സമയത്ത് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് അവൻ ദാവീദിനെ രാജാവാക്കിയ ദൈവം, നിനക്ക് കഴിവുകളുണ്ടെങ്കിൽ, നിന്നെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തക്ക സമയത്ത് ദൈവം ഉയർത്തിയിരിക്കും. അപ്പം പിശാച് പറയുന്ന വ്യാജം വിശ്വസിക്കുന്നതാണ് ഇങ്ങനെ സഭയിലുണ്ടാകുന്ന ദുര്യോഗം. പിന്നെ ഒറിജിനലി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തെ ഉണ്ടാക്കിയിട്ട് പറയുകയാണ്, ഇതാണ് ദൈവം. എന്നിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. ഈ ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് ഈ ദൈവത്തെ പലതരത്തിലുള്ള, ദൈവത്തിന് സ്നേഹമില്ല, ഇങ്ങനെയാണോ ദൈവം സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, കരുണയില്ല, ഇങ്ങനെയുള്ള പല കുറ്റപ്പെടുത്തലുകൾ. എന്നാൽ ദൈവം നീതിമാനാണെന്നും അവൻ സ്നേഹമുള്ളവനാണെന്നും എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നതെന്നൊക്കെയും ദൈവവചനപ്രകാരം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ്, ആ പൈശാചികൻ മനുഷ്യനിൽ കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ചിന്തിച്ച 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ. അത് 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാരശക്തി അയക്കുന്നു. അനീതിയിൽ ഇവർ രസിക്കുന്നു, സത്യത്തെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദൈവം പിന്നീട് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാരശക്തി അയക്കുന്നത് അവരുടെ മത്സരം കൊണ്ടാണ് നമ്മളറിഞ്ഞു. 50-ാം സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വളരെ അനുഗ്രഹകരമായിരിക്കും. അതിൻ്റെ 50-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല, അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അപ്പോൾ തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന്. വീണ്ടും 16-ാമത്തെ വാക്യം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുക്കുവാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിൻ്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിൻ്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു, നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അപ്പോൾ ഇതെല്ലാം പ്രവർത്തിച്ചിട്ടും ദൈവം മിണ്ടുന്നില്ല. അപ്പോൾ നീ നിരൂപിക്കുന്നെന്നാ? നീ മനുഷ്യനെ പോലെയാണ്, ദൈവം നിന്നെപ്പോലെയുള്ളവനാണെന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും അതിന് ബാക്കിയുള്ള വാക്യങ്ങൾ 22 50-ാം സങ്കീർത്തനം 22-23 വായിക്കാം. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിൻ്റെ കണ്ണിന് മുൻപിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. അപ്പോൾ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. ദൈവത്തിന് ഇങ്ങനെ ഒരു അധികാരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയുവാൻ അധികാരമുള്ളവനായ സത്യദൈവത്തെ അനുസരിക്കാതെ വരുന്നതുകൊണ്ടാണ് ന്യായവിധി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഇതിനൊക്കെ അറിയാമല്ലോ. വീണ്ടും തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ദൈവം വീണ്ടും പറയുകയാണ്, നടപ്പിനെ ക്രമപ്പെടുത്തണം, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കണം, ദൈവത്തിന് വിധേയപ്പെടണം. അങ്ങനെ അവസരം വീണ്ടും തരികയാണ്, വീണ്ടും മാനസാന്തരപ്പെടുവാനുള്ള അവസരം തരികയാണ്. പല പ്രാവശ്യം ഈ സത്യങ്ങളെ കേട്ടിട്ടും ഇല്ല, ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു പഴയ വിശ്വാസമുണ്ട്, ഞാനതിൽ നിന്ന് ഒരു മാറ്റവും വരുത്തുകയില്ല എന്ന് കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നവരോടുകൂടിയാണ് ദൈവം ഈ സത്യങ്ങളെ വീണ്ടും വിളിച്ചു പറയുന്നത്. നിരന്തരം മനുഷ്യനിൽ കൂടെ ദൈവം ഈ സുവിശേഷത്തെ മനുഷ്യരുടെ ഇടയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്.
സങ്കീർത്തനം 52 സങ്കീർത്തനവും വായിച്ച് ധ്യാനിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. 7-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്: ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയെ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. ദൈവത്തെ ശരണമാക്കണം. 8-ാം വാക്യത്തിൽ: ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുക. അപ്പോൾ ന്യായവിധി ഉണ്ടാകാൻ എന്താണ് കാരണം? അപ്പം റോമർ 1:32 പറയുന്നു: ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും. റോമർ 1:32 വീണ്ടും നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വക പ്രവർത്തിക്കുന്നവർ ന്യായവിധിക്ക് യോഗ്യർ എന്ന് അറിഞ്ഞിട്ടും വീണ്ടും അതുതന്നെ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ന്യായവിധി ഉണ്ടാകാൻ കാരണം. ദൈവം ഒരിക്കലും നമ്മളോട് ദോഷമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റോമർ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വാക്യങ്ങൾ നമ്മൾ വായിച്ച് നോക്കണം. അതിൻ്റെ 32-ാമത്തെ വാക്യം ഞാനിപ്പോൾ വായിക്കാം. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവന്യായം വിധിക്കുന്നത്? ഈ വക പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കുകയും ചെയ്യുന്നു. സുവിശേഷം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ പിന്നെ നാം പോകുന്നത് ന്യായവിധിയിലേക്കാണ്. ഒരു സംശയവുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അതിന് വള്ളിപുള്ളി തെറ്റാതെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കണം എന്ന് വലിയവനായ ദൈവമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് എനിക്കിതിൽ നിന്ന് മാറാൻ സാധ്യമല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉറച്ചാണ് ഇത് ഇനിയും പോകുന്നതെങ്കിലും മാനസാന്തരപ്പെടുവാനുള്ള അവസരം വീണ്ടും ദൈവം തരികയാണ്. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവം കരുണ കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉപദ്രവകാലത്ത് ഇതുപോലുള്ള ന്യായവിധികളൊക്കെ കണ്ടിട്ടും ചിലർ മാനസാന്തരപ്പെട്ട് വരുന്നവരെ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ദൈവം അവർക്ക് അവസരം കൊടുക്കുകയാണ്. ആ സമയത്തും അനേകർ രക്ഷിക്കപ്പെടുന്നുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ചിലർ പുത്രനെ നിഷേധിക്കുന്നു. ചിലർ പുത്രനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയും പുത്രൻ്റെ ആ സർവശക്തിയെ മനസ്സിലാക്കാതെ വീണ്ടും മറ്റു ചില സഹായത്തിനായിട്ട് മറ്റു ദൈവങ്ങളെ ആശ്രയിക്കുന്നു. മനുഷ്യ ദൈവങ്ങളെ, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതാണ് ബാക്കിയുള്ള സകല മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉപദേശങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉപദേശത്തിനോടൊപ്പം വില കൊടുത്ത് അതിനൊപ്പം തുല്യം കൊടുത്ത് ആരാധിക്കുന്ന പ്രവണതയും അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പുത്രനെ നിഷേധിക്കുന്നവന് ദൈവമില്ല. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല എന്നാണ് പറയുന്നത്. നിരന്തരം നമ്മൾ ഇതുപോലെ പുത്രനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ന്യായവിധിയല്ലാതെ വേറൊരു വഴിയുമില്ല. ഒരിക്കലും മനുഷ്യൻ നശിച്ചു പോകണമെന്ന്, ന്യായവിധിയിൽ അകപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കെയർലെസ്സായിട്ട് ഇതിന് ഒരു വിലയും കൊടുക്കാതെ ഞാൻ വളരെയധികം നന്മപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും എനിക്കുണ്ടാകുന്നില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ദൈവം ഉടനെ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല, നമ്മളെ ശിക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. തങ്കവാക്യം, ബൈബിളിനകത്തെ തങ്കവാക്യം യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനെ, അല്ലെ ദൈവത്തിൻ്റെ സത്യം റിജക്റ്റ് ചെയ്താൽ പിന്നെ വേറൊരു വഴിയുമില്ല. അതിന് ന്യായവിധി മാത്രമേ ഉള്ളൂ. പുത്രൻ പിതാവായ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് പിതാവ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഭൂമിയിലായിരുന്നപ്പോൾ പ്രവർത്തിച്ചതെങ്കിൽ പുത്രൻ നമുക്ക് വചനത്തിൽ കൂടി എന്ത് പറഞ്ഞു തന്നിരിക്കുന്നോ അതിന് വള്ളി വ്യത്യാസമില്ലാതെ അനുസരിക്കുന്നതാണ് ദൈവയിഷ്ടം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. വീണ്ടും 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം വാക്യം.
1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പൗലോസ് ഇതാണ് തെസ്സലോനിക്കരെ പ്രശംസിച്ച് ഉള്ളൊരു സഭയാണ്, പ്രശംസിച്ചിട്ടുള്ള സഭയാണ്. അവരോട് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, പ്രസംഗിച്ചവരുടെ വചനമായിട്ടല്ല അവരിത് കേട്ടത്, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളണം. അത് നമ്മളിന്നൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ദൈവവചനം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ മനുഷ്യരായവർ വന്ന് അവരുടെ ആശയങ്ങൾ പറയുന്നതായിട്ടല്ല, ദൈവവചനമായി തന്നെ അത് കൈക്കൊള്ളണം. നിങ്ങളുടെ അടുക്കൽ എത്തിയ ദൈവവചനം സാക്ഷാൽ ദൈവവചനമായി തന്നെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? സത്യത്തിൻ്റെ പക്ഷത്താണോ അതോ പിശാചിൻ്റെ ഭോഷ്ക് എപ്പോഴെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? എങ്കിൽ വളരെ വിനയത്തോടെ മാനസാന്തരപ്പെട്ട് ഈ സത്യവചനം കൈക്കൊള്ളുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ന്യായവിധിയിൽ അകപ്പെടാൻ ഉള്ള കാരണം നമുക്ക് വചനത്തിൽ കൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് മനുഷ്യൻ ന്യായവിധിയിലേക്ക് ആയി പോകുന്നത്. അതുകൊണ്ട് ഈ ന്യായവിധിയിലായി പോകാതിരിക്കാൻ വഴിയിൽ നമ്മളെ പുത്രനെ ചുംബിക്കുക എന്നാണ് സങ്കീർത്തനത്തിനകത്ത് നമ്മൾ പറയുന്നത്. ഇപ്പോൾ തന്നെ പുത്രൻ എന്ത് പറയുന്നു അത് മാത്രം അനുസരിക്കുക. മറ്റുള്ള മനുഷ്യരുടെ സഹായമൊന്നും നമുക്കതിനാവശ്യമില്ല. പൂർണ്ണമായിട്ടും ദൈവം പുത്രനെ കൂടെ നമുക്ക് എല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, ദൈവവചനത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിൻ്റെ ഈ ഭോഷ്ക് അത് വിട്ടുമാറിപ്പോകേണ്ടതിന് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.